ഇത് ഇന്ന് നടന്ന ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് 2026 മാർച്ച് മാസം 23-ാം തീയതിയാണ് ഇന്ന്. ഇത് നിലവിലെ എൻ്റെ ഒരു കസ്റ്റമർ 4 വർഷം മുമ്പ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അന്ന് അവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. വെരിക്കോസ് വെയിൻ നിലവിൽ എന്ന് പറഞ്ഞെങ്കിൽ പോളിസിയിൽ കാണിച്ചു. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നു 3 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ ഇൻഷുറൻസിന് കിട്ടില്ല. പക്ഷേ 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർജറി വന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ധൈര്യമായിട്ടെന്നുണ്ടെങ്കിൽ പോളിസിയിൽ ചേരാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു. ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഒരു 67 വയസ്സുണ്ടായിരുന്നു അന്ന്, വൈഫിന് അന്ന് 59 വയസ്സുണ്ടായിരുന്നു. അങ്ങനെ അവർ പോളിസിയിൽ ചേർന്നു. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം അവർക്ക് വെരിക്കോസ് വെയിന് കുറച്ച് പ്രശ്നമായി. അവരങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി. രാജഗിരി ഹോസ്പിറ്റലിൽ പോയപ്പോഴെന്നുണ്ടെങ്കിൽ അവിടെ അവർ പറഞ്ഞത് 2,80,000 രൂപയാകും ആ സർജറിക്ക് എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഞായറാഴ്ച അവർ അഡ്മിഷനായി, സർജറി കഴിഞ്ഞു. ഇന്നലെ അവർ ഡിസ്ചാർജ് ആയി. അവർക്കെന്നുണ്ടെങ്കിൽ 2,80,000 രൂപയാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞെങ്കിലും ടോട്ടൽ എമൗണ്ട് 2,22,000 രൂപ അത് തീർന്നു. അങ്ങനെ ടോട്ടൽ അവർക്ക് ഈ എമൗണ്ട് ഇൻഷുറൻസ് പാസ്സായി 2,18,500 രൂപ അവർക്ക് പാസ്സായി. ഏകദേശം 3,500 രൂപ അവർക്ക് അടക്കേണ്ട വന്നു. അങ്ങനെ അവർ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ലൂസ് മോഷൻ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നു, വയറുവേദന കാര്യങ്ങൾ വന്നു. അവർക്ക് നിലവിൽ വീണ്ടും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തായാലും പറഞ്ഞെങ്കിൽ എത്ര ദിവസം കിടന്നാലും അതിനുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4 വർഷത്തിന് മുമ്പ് ഒരു വെരിക്കോസ് വെയിനുള്ള ഒരു ഫാമിലി എൻ്റെ കൂടെ ഇൻഷുറൻസ് പോളിസി ചേർന്നു. അവർ 3 വർഷം പോളിസി അടച്ചു. 4ാമത്തെ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെരിക്കോസിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കയറി. 2,80,000 അവർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2,80,000 രൂപ അവരുടെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വന്നേനെ. പക്ഷേ ഇൻഷുറൻസ് കമ്പനി വളരെ വെരിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് നോക്കുന്നത് കൊണ്ട് അവിടുത്തെ ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഡോക്ടേഴ്സിൻ്റെ പാനലാണ് ഇത് കറക്റ്റായിട്ടെന്നുണ്ടെങ്കിൽ നോക്കേണ്ടത്. അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഹോസ്പിറ്റലുകൾക്ക് കൂടുതൽ എഴുതാൻ പറ്റില്ല. അങ്ങനെ 2,22,000 രൂപയ്ക്ക് അവരത് സർജറി ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ട് 2,22,000 രൂപ അത് തീർന്നു. ഇല്ലാത്തൊരു വ്യക്തി 2,80,000 രൂപ അടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഇത് നിലവിൽ ഇന്നുണ്ടായ ഒരു സംഭവമാണ്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാം. ചെറിയ ചെറിയ അസുഖങ്ങളാണ് എങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് നമ്മുടെ പോളിസിയിൽ നമുക്കത് ക്ലെയിം ചെയ്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് അസുഖം ഉണ്ടെങ്കിലും നമ്മളത് പോളിസിയിൽ വ്യക്തമായിട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾ പോളിസി എടുക്കുക. നാളെ ഒരിക്കൽ ഭീമമായിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ തന്നെ ബുദ്ധിപൂർവ്വം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ക്ലെയിമുകൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇൻഷുറൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.